30കളിൽ ഞാൻ പഠിച്ച ഒരുപാട് തെറ്റിൽ നിന്നിട്ടാണ് ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിലുള്ള ഒരു വലിയൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ മറന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അവിടെ എവിടെയോ നമുക്ക് നമ്മളെ തന്നെ മിസ്സാവുന്നുണ്ടാകും. 30s എത്തി അല്ലെങ്കിൽ 30s മിഡ് എത്തിയപ്പോൾ മനസ്സിലായത് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ബി സെൽഫിഷ്. നമ്മൾ സ്വാർത്ഥരാവണം, നമ്മളായേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കല്യാണം, കുട്ടിയാവുന്ന, കുടുംബം നോക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന, അവിടെ എവിടേക്കോ ഒക്കെ നമ്മളെ മിസ്സാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ 30 എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30s കഴിയുമ്പോൾ ഒരു ഐസൊലേഷൻ നമുക്ക് വരും. പണ്ടെങ്ങും ഒരു അനുപമ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ട്, കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞ ഒരു 30s എത്തുമ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഐസൊലേഷനെ പറ്റിയിട്ട്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ സ്വാർത്ഥരാവരുത്, സെൽഫിഷ് ആവരുത്, ഷെയറിങ് ഇസ് കെയറിങ്, ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അവരുടെ സന്തോഷം നമ്മൾ ഒരിക്കലും കെടുത്തരുത്, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നല്ല, നമ്മൾ അവരെ സങ്കടപ്പെടുത്തരുത്, അവരെ മുഷിപ്പിക്കരുത്, ബി പൊളൈറ്റ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷം കൂടി പരിഗണിക്കപ്പെടണം എന്ന് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതെപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാന്നറിയോ? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പകുതിയോളം ജീവിച്ച് കഴിയുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പം നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരാണ് എന്താ നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നോക്കുമ്പം, ചെയ്തു തന്ന ഓരോ കാര്യത്തിനും കുറ്റം പറയുന്ന സമയത്ത് കൊടുത്തതൊന്നും അറിയത്തില്ല, ആരും അറിയാൻ പോണില്ല. കിട്ടാത്തത് എല്ലാവർക്കും അറിയും, അല്ലേ? അങ്ങനെ ഇരിക്കെ 30 പഠിക്കേണ്ട ഒരു കാര്യമാണ് ബി സെൽഫിഷ് ആവുക, സ്വാർത്ഥരാവുക. അതൊട്ടും തെറ്റുള്ളൊരു കാര്യമൊന്നുമല്ല. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ ടു ബി സെൽഫിഷ്. എങ്ങനെ, ആരും ബുദ്ധിമുട്ടിക്കാണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെത് മാത്രം പറഞ്ഞ ഒറ്റക്കുറുക്കനാവാനല്ല പറയുന്നത്. ഹൗ ടു ബി സെൽഫിഷ് ഇൻ എ ഗുഡ് വേ. കണ്ടുനോക്കാല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, അല്ലെ വേറെ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതാവാം, മോശമാവാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, റിക്വസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ കോമെൻറ്റ്സിൽ അറിയിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ മെസ്സേജ് അയച്ചിട്ട് അറിയിക്കാവുന്നതാണ്. വേറൊരു കാര്യം കൂടി, മുന്നത്തെ ഒരു വീഡിയോയിൽ 30s പറ്റി ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വായനാശീലം അല്ലെങ്കിൽ ഞാൻ കുറേ ബുക്സ് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ലിങ്ക്സ് ഇസ് നോട്ട് വർക്കിംഗ്. അതിനെ കൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ബുക്സിൻ്റെ പേരും ഞാൻ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ഉണ്ടാവില്ല, പേര് മാത്രം ഞാൻ ആ താഴെ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു ബുക്കിൻ്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ട്. ലിങ്ക്സ് കൊടുത്തിട്ട് വർക്ക് ചെയ്യാത്തതിനെ കൊണ്ടാണ്. ഒറ്റയ്ക്ക് ഓരോ വീഡിയോയിൽ ബുക്സിൻ്റെ പേര് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതിനെക്കൊണ്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ബുക്കിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങാം. ഞാൻ ഓൾറെഡി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് മൈ 30 years ഓഫ് ലൈഫ് ജേർണി. കുറച്ച് മോട്ടിവേഷണൽ ആവാം, ഇൻസ്പയറിങ് ആവാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ, ആമസോണിലുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നെവർ വേസ്റ്റ് യുവർ എനർജി. നിങ്ങളുടെ ആ ഒരു എനർജി ചുമ്മാ കളയാൻ വേണ്ടി നിൽക്കരുത്. എങ്ങനെ, നിങ്ങളെ എനർജി എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രെയിൻ ആകും. നമ്മൾ ഒരുപാട് നമ്മളെ എനർജിയും നമ്മൾ വോയിസ് റേസ് ചെയ്ത് നമ്മൾ തന്നെ എക്സോസ്റ്റഡ് ആവുന്ന പോലെ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു കോൾ വന്നു, നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല, നിങ്ങൾക്കറിയാം ഇവരോട് സംസാരിച്ച് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകും, എൻ്റെ എനർജി വെറുതെ പാഴാക്കുകയാണ് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ
കോൾ അറ്റൻഡ് ചെയ്യണ്ട. സത്യമായിട്ടും പറയാണ്, കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളെ എനർജി നിങ്ങൾ സേവ് ചെയ്യുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇനി എന്താ കാര്യം എന്ന് ചോദിക്കണം എന്നാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യണ്ട. ഗിവ് ദം ഒരു 10 to 15 minutes കഴിഞ്ഞതിന് ശേഷം ഗോ ബാക്ക് ടു യുവർ വാട്സപ്പ് പോയി, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് പോയിട്ട് എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അവർ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും എന്താണ് എന്നുള്ളത്. ജസ്റ്റ് ലിസൺ ടു ഇറ്റ്, ഗിവ് ദ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ കാര്യം മനസ്സിലായി, ഇത്ര മതി. ഈ ഒരു ചെറിയ ഷോർട്ട് കോൺവെർസേഷനും നീണ്ട കോളും വരുന്ന സമയത്ത്, ഈ കോൾ വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച് ആ സംസാരം വേറെ സംസാരമായി, അത് പിന്നെ വേറെ ടോപ്പിക്കിലേക്ക് പോയി, ഡിസ്കഷനിലേക്ക് പോയി, നിങ്ങളെ എനർജി, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കോളിന് ശേഷം എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യം ആക്ച്വലി ഇല്ല. അതിന് പകരം ഷോർട്ട് കോൺവെർസേഷൻസ് ഇൻ വാട്സാപ്പ്, എന്താ വിളിച്ച, എന്താ റീസൺ എന്നുള്ള വോയിസ് മെസ്സേജിൽ അറിഞ്ഞു, ഗിവ് ദം എ തംസ് അപ്പ്, ക്ലാസ്, ഫിനിഷ് ഇറ്റ് ഓഫ്. അത്ര മതി. ചില ആൾക്കാർ നിങ്ങളുടെ എനർജി ഡിസേർവ് ചെയ്യാത്തവരായിരിക്കും. അവിടെ നിർത്താൻ വേണ്ടി പഠിക്കാം. ദാറ്റ് ഈസ് എ പോസിറ്റീവ് സെൽഫിഷ്നെസ്. അതായത് സെൽഫിഷ് ആവുക പോസിറ്റീവായിട്ട്. നിങ്ങൾ ഒന്നും ഹാം ചെയ്യുന്നില്ല അവരെ. കാര്യം അന്വേഷിച്ചിട്ടുണ്ട്, അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നേരത്തുള്ള കോൺവെർസേഷൻസ് കട്ടായി. ലോങ് കോൺവെർസേഷൻസ് ഒഴിവാക്കിയിട്ട് ഷോർട്ട് കോൺവെർസേഷനിലേക്ക്, സ്പെഷ്യലി ഇങ്ങനത്തെ വാട്സപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ്, അങ്ങനെയായിട്ട് നിങ്ങൾ എനർജി സേവ് ചെയ്യുക. സ്റ്റാർട്ട് സെയിങ് നോ. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പല പ്രാവശ്യങ്ങൾ പല ടോപ്പിക്സിൽ നമ്മൾ സംസാരിച്ചാണ് സ്റ്റാർട്ട് സെയിങ് നോ എന്നുള്ളത്. ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കും അറിയാം, എനിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം? ഒരാൾ വിളിച്ചിട്ട് നാളെ ഇവിടെ പോവാനുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നിങ്ങൾ യെസ് അവിടെ പറയുന്നില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാം, അങ്ങനത്തെ ഫ്രേസ് കൊടുക്കുക. നിങ്ങൾക്ക് സഡനായിട്ട് നിങ്ങൾക്ക് ഇല്ല ഞാനില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദിസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ, ഞാനൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 പ്രാവശ്യം ഈ സെയിം പാറ്റേൺ വന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിവരമുള്ളവരാണെങ്കിൽ മനസ്സിലാക്കും താല്പര്യമില്ല എന്നുള്ളത്, വരുന്നില്ല എന്നുള്ളത്. ഇനി വരുന്ന കാര്യമാണെങ്കിലോ, ഇനി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു, നിങ്ങളോട് പൈസ ചോദിച്ചു, പറ്റില്ല തരാനെന്നാണെങ്കിൽ ഞാൻ നോക്കട്ടടാ, അല്ലെങ്കിൽ എന്തെങ്കിലും കിഴിവുകൾ പറഞ്ഞ് മാറുക. അങ്ങനെ നോ പറയാൻ അങ്ങനെയേ നമുക്ക് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾക്ക് ബുദ്ധിമുട്ടാണ് ചില ആൾക്കാരുടെ അടുത്ത് നോ എന്ന് പറയുന്നത്. അപ്പം പറയാവുന്ന എക്സ്ക്യൂസസ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഇല്ല, എൻ്റെ അടുത്തില്ല, ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല, ഇങ്ങനെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ഇതിനപ്പുറത്തേക്ക് കോൺവെർസേഷൻ കൊണ്ടുപോകാൻ നിൽക്കരുത്. കൊണ്ടുപോയാൽ അത് വേഴ്സ് ആകും. നോ എന്ന് പറഞ്ഞിട്ട് ഡോണ്ട് ഗിവ് ദം എക്സ്പ്ലനേഷൻ. നോ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് നോക്കാം, ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയാം, ഞാൻ നാളെ പറയാം, അങ്ങനെ പറഞ്ഞ് ഓപ്പോസിറ്റ് ആൾക്ക് നമ്മൾ ഹിൻഡ് കൊടുക്കുകയാണ്, പറ്റില്ല, ഇത് നടക്കില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. പ്രാക്ടിക്കലി നമുക്ക് പറയുമ്പോൾ വേണമെങ്കിൽ വീഡിയോയിൽ പറയാം, സ്റ്റാർട്ട് ടു സേ നോ, പറ്റില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നോ എന്ന് പറയാൻ വേണ്ടി പഠിച്ച് തുടങ്ങാം. നിങ്ങൾ ഡ്രീംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വാട്ട് ഈസ് യുവർ ഡ്രീം, വാട്ട് ഈസ് യുവർ പാഷൻ, അതായിരിക്കണം മുൻഗണന. അവിടെ ആവണം സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അതെങ്ങനെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കൊരു വീട് വെക്കണം, അത് നിങ്ങളുടെ സ്വപ്നമാണ്. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ സെൽഫിഷ് പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ എയിം. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല. പക്ഷെ അത് നിങ്ങളുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ പാഷനാണ്. എങ്ങനെ ഡ്രീംസിന് വേണ്ടി സെൽഫിഷ് ആവാം? ഐ വിൽ ടെൽ യു. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്
നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഗാർഡൻ എങ്ങനെ വേണം, ഞാൻ എന്തൊക്കെ പ്ലാന്റിങ് ആണ് ചെയ്യാൻ വേണ്ടി പോണത്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇരുന്നിട്ട്. രാവിലത്തെ ഒരു ടൈം ഞാൻ മോർണിംഗ് റൂട്ടീന് പറഞ്ഞതാ, ഇരുന്ന് ചിന്തിക്കാം. നിങ്ങൾ നല്ല വരയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ വീട് എങ്ങനെ വേണമെന്ന് നോക്കാം. നിങ്ങൾക്ക് പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ കയറിയിട്ട് വീടിൻ്റെ ഡിസൈൻസ് എടുക്കാം. അതിൻ്റെ ഇപ്പം ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യണം ഇതൊക്കെ ചിന്തിക്കുക. ടൈൽ ഏത് വേണം, അത്തൻകുട്ടി ടൈൽ വേണോ, നിങ്ങൾക്ക് ഇറ്റാലിയൻ മാർബിൾ ആണോ വേണ്ടത്, അതിനെ പറ്റിയിട്ട് എന്താക്കുക, റെഫർ ചെയ്യുക. വീഡിയോസ് ഒരുപാട് വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. ഗോ വാച്ച്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ബെസ്റ്റ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് എങ്ങനെ ഇൻറ്റീരിയർ ചെയ്യാം, ഇങ്ങനത്തെ ഇതൊക്കെ റിസർച്ച് ചെയ്യുക. വൺസ് അതിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പം നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടാകും അതിനെക്കുറിച്ചിട്ട്. നിങ്ങൾക്ക് നല്ലോണം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഭയങ്കര സന്തോഷം തരും. റാദർ നിങ്ങൾ എന്ത് ചെയ്യും, ആ ടൈം വേസ്റ്റ് ചെയ്യുന്നത് വേറെ ഉള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പല ജോലികളും ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ബി സെൽഫിഷ് ഫോർ ദാറ്റ്. ഈവൻ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളാണ്, ഒരു ജോലി ചെയ്യണം, പാർട്ട് ടൈം ജോലി ചെയ്യണം, ഒരു ഫ്രീലാൻസർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. യു ക്യാൻ ഏൺ വിത്ത് ദാറ്റ് മണി. നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാകും. ആ സമയത്ത് എനിക്ക് കുട്ടീനെ നോക്കണം, എനിക്ക് എൻ്റെ വീട്ടിലത്തെ വേറെ ജോലികളുണ്ട്, വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാം, കുട്ടീനെ നോക്കി എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം. ചില സമയത്തൊക്കെ നമ്മുടെ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഈ 30കളിൽ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എവിടെയാ? അങ്ങനെ ഒരു ടൈം ഇല്ല. ഇപ്പം ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. പക്ഷെ ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടെങ്കിലും തുടങ്ങണം. എൻ്റെ ഡ്രീം എന്താണെന്നെങ്കിലും നിങ്ങൾ മൈൻഡിൽ വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മുന്നിലേക്ക്? ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. സി ഐ ടെൽ യു വൺ തിങ്. എല്ലാ ജനറേഷൻസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വൺസ് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ അവരങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പോകും. കുട്ടികൾക്ക് എങ്ങനെ വന്നു അവർ ജീവിച്ച് അവരുടെ ഒരു എയിം എത്തുമ്പോൾ അവർ പോയി അവർക്കൊരു ഫാമിലിയായി അവർ ജീവിക്കും. അപ്പം നമ്മൾ സങ്കടപ്പെട്ടിട്ടോ ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവരെ വളർത്തിയത്. നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് കുട്ടികളെ. ദിസ് ഈസ് ആ റെസ്പോൺസിബിലിറ്റി, ഇവരെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പക്ഷികൾ പറക്കാൻ ചിറക് വെച്ചാൽ അവർ പറന്നു പോകും. ദേ വിൽ ഹാവ് ദിയർ ഓൺ ലൈഫ്. അപ്പം പിന്നിലേക്ക് നോക്കിയിട്ട് എനിക്കിപ്പോൾ ഒന്നുമില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കില്ല, കുട്ടികളെ മാത്രം ഞാൻ ഉണ്ടാക്കി. കുട്ടികളെ that is a natural process. അപ്പം നിങ്ങൾ ഒരിക്കലും ലെഫ്റ്റ് ഔട്ട് ആവരുത്. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഡ്രീംസ് ഞാൻ അച്ചീവ് ചെയ്ത്, എനിക്കിതൊക്കെ ഞാൻ അച്ചീവ് ചെയ്ത്, എനിക്കിതൊക്കെ ചെയ്ത് നോക്കണേ, ഐ വുഡ് ഡൺ ഇറ്റ്. ഞാൻ ചെയ്യണം, ഞാൻ ചെയ്തു. ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജോലി എന്നുള്ളത് അത് നമുക്ക് ജോലിക്ക് പോകണം. ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ ജോലിക്ക് പോയി. അത് കല്യാണത്തിന് മുന്നേയും പോയി, കല്യാണം കഴിഞ്ഞിട്ടും പോയി. ജോലിക്ക് പോകാൻ പറ്റാണ്ടായി ഞാൻ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് യൂട്യൂബ് ചാനൽ ചെയ്യാൻ തുടങ്ങിയത്. ദാറ്റ് വാസ് നോട്ട് ഫോർ എ മണി. ദിസ് ഈസ് ഫോർ മൈ പാഷൻ. വീഡിയോ ഉണ്ടാക്കുക, വീഡിയോയിൽ കമൻറ്റ്സ് വായിക്കുക, റിപ്ലൈ കൊടുക്കുക. ഐ ഗോട്ട് ഏർണിങ്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠിക്കണമെന്ന് തോന്നി. ഞാൻ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചു. ഞാൻ സ്വന്തമായിട്ട് ഞാനൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു, ഡ്രസ്സിൻ്റെത്. അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണേനു. ട്രൈ ചെയ്ത് ചിലപ്പോൾ ഫെയിലാകും, ഇറ്റ്സ് ഓക്കെ. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു 50ലോ 60ലോ ഇരുന്ന് ആലോചിക്കും, ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു ഏജൻസി ഞാൻ തുടങ്ങി, 2 സ്റ്റാഫിനെ വെച്ചിട്ട് ഞാൻ പണിയെടുപ്പിച്ചു. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായൊരു ബുക്ക് എഴുതി. എനിക്ക് എഴുതാനും വായിക്കാനും ഇഷ്ടമായിരുന്നു. ചെയ്തു നോക്കണം എന്ന് വിചാരിച്ചു. ഐ ഹവ് ഡൺ ഇറ്റ്. ഞാൻ അത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണത്. അത് ഞാൻ ചെയ്തു. ഞാൻ അപ്പം ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിൽ കുട്ടീനെ നോക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് നമ്മളെ പാഷനോട് കൂടിയിട്ട് നമുക്ക് വേണ്ട ഇനിയും എനിക്ക് ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ഓരോന്നായിട്ട് ഞാൻ ചെയ്തെടുക്കും. നമ്മൾ വിചാരിക്കണം, അത് എന്നോട് ഹസ്ബൻഡ്, നിനക്ക് എന്താ ഇഷ്ടം നീ അത് ചെയ്യണം. സോ നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് യു ഷുഡ് വർക്ക് ആൻഡ് യു ഹാവ് ടു ബി സെൽഫിഷ്. യു ഹാവ് ടു ബി എ സെൽഫിഷ്.
അതിൻ്റെ പോസിറ്റീവ് വേ. നിങ്ങൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളെ ഭർത്താവിനെ പോലെ, നിങ്ങളെ കുട്ടികളെ പോലെ നിങ്ങൾക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം മൊത്തത്തിൽ കുട്ടികളും ഭർത്താവിനും പിന്നാലെ പോയി അതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം എന്നാലോചിക്കുന്നവർക്ക് അതായിരിക്കും. എല്ലാവരെ പോലെ നിങ്ങൾക്കും ഒരു ലൈഫേ ഉള്ളൂ. നിങ്ങൾക്കും പലതും നേടണം, നിങ്ങൾക്കും ഡ്രീംസ് ഉണ്ട്, എനിക്കും കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ആൻഡ് ബി ലിറ്റിൽ സെൽഫിഷ്, നോ പ്രോബ്ലം. നെവർ ഗിവ് എക്സ്പ്ലനേഷൻ ടു എനി വൺ. സ്പെഷ്യലി ചില ആൾക്കാർക്ക് നമ്മൾ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഉണ്ടാവത്തില്ല. അത് നമ്മൾ മുന്നേ പറഞ്ഞ ടോപ്പിക്കിനെ പോലെ തന്നെ നമ്മളെ എനർജി വെറുതെ വേസ്റ്റ് ആവും ഈ എക്സ്പ്ലനേഷൻ കൊണ്ട്. ബി സെൽഫിഷ് ആൻഡ് ഡോണ്ട് ഗിവ് എക്സ്പ്ലനേഷൻ. കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ആർക്കായിരിക്കും? എക്സ്പ്ലനേഷൻ കേൾക്കണം എന്ന് വിചാരിക്കുന്ന ഒരാള്, നമ്മളെ ഇഷ്ടമുള്ള ഒരാൾക്ക് നീ എനിക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, എനിക്ക് നിന്നെ മനസ്സിലാകും എന്നുള്ള ഒരാളടുത്ത് നമ്മൾ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല അല്ലേ? എന്ന് ചില ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ നമ്മളെ മനസ്സിലാക്കാനോ, നിൻ്റെത് ആദ്യം ഞാൻ കേട്ടിട്ട് ഞാൻ നിൻ്റെ കൂടെ വേണമെങ്കിൽ നിൽക്കുക എന്ന് പറയുന്നവരാവില്ല. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇതെല്ലാം കേട്ടിട്ട് ഇതെങ്ങനെ ഞാനിതിനെ വളച്ചൊടിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ മൂന്നാമത്തെ ഒരാളടുത്ത് ഈ പ്രശ്നം എങ്ങനെ പറയാം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല. നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്കൊരു നല്ല വാക്ക് പോലും ചിലപ്പം കിട്ടണമെന്നില്ല. നമുക്ക് ആ എക്സ്പ്ലനേഷനെ കൊണ്ട് ഒരു നമുക്ക് ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണ്, നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമെന്നാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഗിവ് എക്സ്പ്ലനേഷൻ. ഇഫ് നോട്ട് ബി സെൽഫിഷ് ഇനഫ് ടു ഡോണ്ട് ഗിവ് എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് ഒരു കാര്യമില്ല. ചില ആൾക്കാർ ഡിസേർവ് പോലും ചെയ്യില്ല നമ്മൾ എക്സ്പ്ലനേഷൻ. അതിൽ കാര്യവുമില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ടു ഗിവ് ദ എക്സ്പ്ലനേഷൻ. ഇത് വിശദീകരിച്ച് ഇത് ഇങ്ങനെയായിരുന്നു, ഞാൻ ആക്ച്വലി ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത് ഇങ്ങനെയാണ്. യു വിൽ ഗെറ്റ് എക്സോസ്റ്റഡ്. നിങ്ങളെ എനർജി വെറുതെ പോകും. നിങ്ങളെ മനസ്സിലാക്കേണ്ടവരെ എന്നാണെങ്കിലും മനസ്സിലാക്കും. എന്നാൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. നമ്മളെ ഭാഗത്ത് നമ്മളെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഇവർക്കും ഞാൻ പറയണ എന്താന്ന് ഇവർക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഗിവ് ദ എക്സ്പ്ലനേഷൻ. പകരം ഇപ്പം എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്ന, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ആരെങ്കിലും ഇപ്പം എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അധികം സംസാരിക്കാനൊന്നുമില്ല, എനിക്കിതാണ് ശരിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാണ്ട് അതിനെ നീട്ടി വലിച്ച് നിങ്ങളെ കാഴ്ചപ്പാടും നിങ്ങളെ നഷ്ടങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഒന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയാം, എനിക്കിതാണ് ശരിയെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ്, അപ്പം ഞാൻ അങ്ങനെ പൊക്കോളാം. ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഫില്ലിങ്ങും കോമഡലും ഫുൾ സ്റ്റോപ്പ് ഇടലും ഒക്കെ അവരെന്തായാലും ചെയ്യും. ലെറ്റ് ദം ഡു ഇറ്റ്. നിങ്ങളായിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സോ സെൽഫിഷ് ഫോർ നോട്ട് ഗിവിങ് ദ എക്സ്പ്ലനേഷൻ. റീബിൽഡ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്. അതായത് നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ബോണ്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അതിന് പറ്റിയൊരു ടിപ്പാണ് നമ്മൾ മുന്നേ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ജേർണലിങ്. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ എപ്പോഴായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ജേർണൽ ചെയ്യുക. രാവിലെ എണീറ്റതും ഫോണൊക്കെ ഒരു 30 minutes അറ്റ്ലീസ്റ്റ് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ബി സെൽഫിഷ് ഇനഫ് ടു സിറ്റ് വിത്ത് യു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ബഹളങ്ങളും ഇതൊക്കെ ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം എടുത്തു വെച്ച് സിറ്റ് വിത്ത് യുവർ സെൽഫ്, ടോക്ക് ടു യുവർ സെൽഫ്, വിഷ്വലൈസ്, ഡു യുവർ ജേർണലിങ്, എഴുതി വെക്കുക.
ഡ്രീംസ് എന്താണ്, നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോണത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്. യുവർ ബോഡി നീഡ്സ് റെസ്റ്റ്. പ്രത്യേകിച്ച് 30s കുട്ടിയായവരും ആവാത്തവർക്കൊക്കെ നമുക്ക് കുറേ ഡെഫിഷ്യൻസി, നമുക്ക് കുറേ റെസ്റ്റ് വേണ്ട, ഹോർമോണൽ ചേഞ്ചസ്, ഒരുപാട് കാര്യം കൊണ്ട് നമ്മൾ ജഗിൾ ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ആൾക്കാർ പറയും ഇവക്ക് വാശി, ദേഷ്യം, ഇനി എന്തൊക്കെ സൂക്കോൾഡ് കാര്യങ്ങളുണ്ട് അതൊക്കെ പറയും. പക്ഷെ നമ്മളെ ബോഡി തന്നെ മൊത്തത്തിൽ ഈസ്ട്രജൻ ലെവൽ മാറുന്നുണ്ടാകാം, ബോഡിയിൽ ഇൻസുലിൻ പ്രോബ്ലംസ് ഉണ്ടായി വരാനുള്ള സ്റ്റാർട്ടിങ് ആണ്. പ്രീ മെനോപോസ് ഉണ്ടാവും 30s to 40s തുടങ്ങിയാൽ. വാട്ട് ഇസ് പ്രീ മെനോപോസ്? ആരും സംസാരിക്കാത്ത കാര്യമാണെങ്കിലും ഡെഫിനറ്റ്ലി ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം ഇത് റീസെൻ്റ്ലി വന്നൊരു പഠനത്തിൻ്റെ ഭാഗമാണ്. മെനോപോസ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? സ്ത്രീകളിൽ 50s 60s സമയത്ത് ആണ് പീരിയഡ്സ് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിൾ, റീപ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റോപ്പ് ആവുന്ന സമയം. അത് മെനോപോസിൻ്റെ സമയത്തിൻ്റെ മുന്നേ ഒരു സമയമുണ്ട്. 40s 35 കഴിഞ്ഞ് 40s എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ അല്ല, അതൊക്കെ മുന്നേ ഉള്ളൊരു സ്റ്റേജ് ഉണ്ട്. അതിൽ നമ്മൾ ബോഡി ഹോർമോൺസും മൂഡ് സ്വിങ്സും ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാകും. കൂടാണ്ട് നമ്മളൊരു ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീക്ക് ബാക്ക് ടു നോർമൽ, നമ്മുടെ പണ്ട് ഡെലിവറിക്ക് മുന്നേ ഉണ്ടായ ശരീരത്തിലേക്കും ഹോർമോൺസിലേക്കും വീണ്ടും വരാൻ 5 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. 5 years. നമ്മുടെ ശരീരം ബാക്ക് ടു നോർമൽ ആവാൻ, ഹീലാവാൻ, ഇഫ് ഇറ്റ് ഈസ് നോർമൽ ഡെലിവറി, സി സെക്ഷൻ, എന്തായാലും ഏത് ബോഡി ട്രാൻസ്ഫോം ആവാൻ 5 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ 2 ഡെലിവറി കഴിഞ്ഞവരുണ്ടാകും, 3 ഉണ്ടാകും, എന്നെപ്പോലെ മിസ്കാരേജസ് ഉണ്ടായവരുണ്ടാകും. ഇവരെ ബോഡിയൊക്കെ അണ്ടർഗോ ചെയ്യുന്നത്, ഇതിനുള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമ്മൾ ഹോർമോൺസിൽ നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നിട്ടാണ് എന്ന് പോലും നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഇതിനെ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു മാസത്തിൽ എന്തോ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേയൊക്കെ സ്ത്രീകൾ എന്താ ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു, നിങ്ങൾക്ക് എന്താ? അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു പണ്ടത്തെ ആൾക്കാർക്ക്. പണ്ടത്തെ സ്ത്രീകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് പോലും അറിയില്ല. ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർക്ക് അവരെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ പോലും പേടിച്ച് സപ്രസ് ചെയ്ത് പേടിച്ചിരുന്നൊരു ജനറേഷനാണ് നമ്മളെ അമ്മമാരത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നമ്മളോടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിതോ നമ്മളെ പേരൻസിനും നടുക്കിലൊരു ജനറേഷൻ കിടക്കുന്നുണ്ട്. അവരവിടെ എവിടെയും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മളിവിടെ പെട്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൊരു ജനറേഷൻ ഉണ്ട്, ജെൻസീസ്. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കല്യാണം എന്നുള്ളത്. ഇപ്പം എൻ്റെ മോനെ പോലെയുള്ള ജനറേഷനിലുള്ള പിള്ളേർ, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ ജനറേഷൻ ഇസ് ഓൾ അബൌട്ട്, പക്ഷെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് പണ്ട് എൻ്റെ അമ്മമ്മ ഉണ്ടായ സമയത്ത് ഇങ്ങനെയായിരുന്നു, അതുപോലെ എൻ്റെ അമ്മ ആവണം. ചിലപ്പോൾ അമ്മ അയച്ചിട്ടുണ്ടാവുമായിരിക്കാം. അമ്മ ആയതുപോലെ ഞാൻ ആവണം എന്നൊന്നും പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാലം മാറി, നമ്മുടെ സൊസൈറ്റി മാറി, നമ്മൾ കാണുന്നത് മാറി, നമ്മൾ ചിന്തിക്കുന്നത് മാറി, നമ്മൾ നടക്കുന്നത് മാറി, കഴിക്കുന്ന ഭക്ഷണം മാറി, ജീവിക്കുന്ന രീതികൾ മാറി. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഉള്ളിൽ എംപത്തി, സിമ്പത്തി, സ്നേഹം, കരുണ, ഇങ്ങനത്തെ ബേസിക് സാധനങ്ങൾ നമുക്കും വേണം, നമ്മൾ കുട്ടികൾക്കും വേണം എന്ന് പറയാം. അതിനപ്പുറം നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറേ റിച്വൽസും കുറേ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, പറ്റാത്തവരുണ്ടാകും. പക്ഷെ ബി സെൽഫിഷ് ടു വാട്ട് യു ആർ. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളെ കാര്യത്തിൽ. അതിൽ വേറൊരാളെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊരാൾക്ക് പ്രശ്നമായിട്ടോ അല്ല. പക്ഷെ എവിടെ ബൗണ്ടറി വെച്ച് നമുക്ക് സെൽഫിഷ് ആവാൻ വേണ്ടി പറ്റുമോ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അറ്റ്ലീസ്റ്റ് ഇൻ 30s യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ, വാട്ട് യു വോണ്ട് ടു ബി, ഹൗ ടു ബി വിത്ത്
പീപ്പിൾ, എങ്ങനത്തെ ആൾക്കാരെ കൂടെ എങ്ങനെ വേണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കണം. ബി സെൽഫിഷ് ഫോർ ദാറ്റ്. യു ഡോണ്ട് ഓവ് ടു ദ വേൾഡ്, യു വിൽ എക്സോസ്റ്റ്. You owe to your truth. Be truthful to yourself. Be selfish enough. Live your life. Bye.